ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് മുളപ്പിച്ച ചെറുപയർ ഉപ്പേരിയും അതുപോലെ തന്നെ മുളപ്പിച്ച ചെറുപയർ വടയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ കഴുകി വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ശനിയാഴ്ച വൈകുന്നേരമാണ് ഈ ചെറുപയർ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നാളെ കാലത്ത് ഇതിൻ്റെ കല്ലൊക്കെ മാറ്റിയിട്ട് ഇത് ഒരു പാത്രത്തിൽ എടുത്ത് വയ്ക്കും മുളപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിങ്കളാഴ്ച കാലത്ത് ഇത് ഉപ്പേരി വയ്ക്കും. ഇതിപ്പോൾ ചെറുപയർ സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. നാളെ ഇത് ഊറ്റി എടുത്ത് വെക്കാം. അപ്പോൾ ചെറുപയർ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. ഇനി നമുക്കിത് കല്ലൊന്നുമില്ലാണ്ട് വാരി എടുത്ത് വെക്കാം ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക്. ഞാൻ വാരി ഇട്ട് വെക്കുകയാണ്. കല്ലില്ലാണ്ട് മുതിരയും പയറൊക്കെ വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുളപ്പിച്ച മുതിരയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചെറുപയറെല്ലാതും കല്ലില്ലാണ്ട് ഈ അരിപ്പയിലേക്ക് ഞാൻ വാരി വെച്ചിട്ടുണ്ട്. ഇനി നാളെ കാലത്തേക്കാണ് ഞാൻ ഈ ചെറുപയർ ഉപ്പേരി ആക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് അത് മുളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് ഞാൻ അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഊറ്റി വെച്ചിട്ടുള്ള ചെറുപയറെല്ലാതും മുളച്ചിട്ടുണ്ട്, കണ്ടോ. നല്ല പോലെ മുള വന്നിട്ടുണ്ട്. എല്ലാ ചെറുപയറും ഇതുപോലെ മുളച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെയാണ് ചെറുപയർ മുളപ്പിക്കാറുള്ളത്. അപ്പം നമുക്ക് ഇനി ചെറുപയർ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇപ്പം ഞാൻ ഈ മുളപ്പിച്ച ചെറുപയർ കൊണ്ട് 2 റെസിപ്പീസാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ചെറുപയർ മുളപ്പിച്ച ഉപ്പേരിയും അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ച വടയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറുപയറിൽ നിന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ എടുത്തിട്ട് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഈ ചെറുപയറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തേണ്ട രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. കുക്കറിലായതുകൊണ്ട് ഒരു വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ചെറുപയർ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ചെറുപയർ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ചെറുപയർ മുളപ്പിച്ചിട്ടുള്ള വട ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര ചെറുപയർ ആണ് മാറ്റിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറുപയർ ഇതേപോലെ 2 പോർഷനായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇതൊക്കെ അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറുണ്ടാവില്ല, അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ജാറ്, അതിലിട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുപയർ അരയ്ക്കാനായിട്ട് ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ആ എടുത്ത് വെച്ച ചെറുപയറില്ല, അത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുകയാണ്. ഇനി ബാക്കിയുള്ള ചെറുപയറും കൂടിയും അരച്ചെടുക്കാം. ചെറുപയർ അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം, അതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, അതുപോലെ തന്നെ 3 വറ്റൽമുളകും. അപ്പോൾ ഇതും അരച്ചെടുക്കാം. ഞാൻ വെള്ളം ഒഴിക്കണമൊന്നുമില്ല. അപ്പോൾ ഇത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് പകർത്താണ്. അപ്പോൾ ചെറുപയർ അരച്ച് വെച്ചിട്ടുണ്ട്. ചെറുപയർ അരച്ച് വയ്ക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. നമ്മൾ ഈ പരിപ്പ് വടക്കൊക്കെ അരച്ചെടുക്കില്ലേ, ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം, അതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയണത്. അപ്പോൾ ചെറുപയർ വട ഉണ്ടാക്കാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 2 പച്ചമുളക്, 1 മീഡിയം സൈസ് ഇഞ്ചി, 2 മീഡിയം സൈസ് സവാള തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇത് അരിഞ്ഞെടുക്കണം. 3 തണ്ട് കറിവേപ്പില. അപ്പോൾ ആദ്യം ഇതൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. സവാളയൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ എല്ലാതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചെറുപയറില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ
മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഉണ്ടോളായിട്ട് പിടിച്ചു വയ്ക്കാം. അപ്പോൾ ചെറുപയർ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചെറുപയറൊക്കെ ഇത് ഇതേപോലെ ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചെറുപയർ വട ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറുപയർ ഉണ്ട പിടിച്ച് വെച്ചിട്ടില്ലേ അത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ചെറുപയർ വട വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ കൈ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വട കയ്യിലേക്ക് വെച്ചിട്ട് ഒന്ന് ആകൃതിയിൽ പരത്തിയിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക. കൈ ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം വേണം നമ്മൾ ഈ വട പരത്തിയിട്ട് ഇട്ട് കൊടുക്കാൻ. അതൊന്ന് കാണിച്ചു തരാം. കണ്ടോ, കൈ ജസ്റ്റ് ഒന്ന് നനഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം വട കയ്യിലേക്ക് വെച്ചിട്ട് ആകൃതിയിൽ പരത്തിയതിന് ശേഷം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതിനി ഓരോ സൈഡ് ആവുന്നതിനനുസരിച്ച് ഇങ്ങനെ മറിച്ചിട്ട് ചെറുപയർ വട ഉണ്ടാക്കിയെടുക്കാം. ഇതായിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ചെറുപയർ വടക്കുള്ളതും കൂടിയും ഇതിലിട്ട് കൊടുക്കാം. കൈ നനച്ചിട്ടേ ഇത് പരത്താൻ പറയുന്നത് എന്താ വെച്ചാൽ കയ്യിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ കൈ നനയ്ക്കാണ്ട് നമ്മൾ ചെയ്യുക കയ്യിൽ ഒട്ടി പിടിച്ചിട്ട് ആകെ ഈ ചെറുപയർ വട ഇട്ട് വരില്ല കയ്യിൽ നിന്ന്. അപ്പോൾ അതിലണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈ നനച്ചിട്ട് ഇത് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാൻ പറയണത്. അപ്പോൾ ഇതെല്ലാം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാനത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുപയർ വടയൊക്കെ അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുളപ്പിച്ചിട്ടുള്ള ചെറുപയർ വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടില്ലേ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചെറുപയർ, അത് ഉപ്പേരി ആക്കാനായിട്ട് നോക്കാം. അപ്പോൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എപ്പോഴും വേവിക്കുമ്പോൾ കടിക്കാൻ പാകത്തിൽ മുളപ്പിച്ചിട്ടുള്ള ചെറുപയറാണെങ്കിലും മുതിരയാണെങ്കിലും എടുക്കണം. നല്ല പോലെ വെന്ത് പോരുത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് കാച്ചാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മുളക് മൂത്ത് വരണം, അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഈ മുളക് മൂക്കുക എന്ന് പറയണത് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള മുളകില്ലേ അതിന് ഒരു കുത്തുണ്ട് ഒരു സ്മെല്ലുണ്ടാവും. അത് പോയതിന് ശേഷം നല്ലൊരു സ്മെല്ല് വരും. അപ്പോഴാണ് മുളക് മൂത്തു എന്ന് പറയാം. അപ്പോൾ ഇപ്പം മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറുപയർ നല്ല പോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് മുളപ്പിച്ച ചെറുപയർ കൊണ്ട് 2 ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് മുളപ്പിച്ചിട്ടുള്ള ചെറുപയർ ഉപ്പേരിയും അതുപോലെ തന്നെ മുളപ്പിച്ചിട്ടുള്ള ചെറുപയർ വടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
ഇതിപ്പോൾ ഞാൻ മുളപ്പിച്ചിട്ടുള്ള മുതിരയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ സെയിം തന്നെയാണ് കേട്ടോ ചെറുപയർ മുളപ്പിച്ചിട്ടുള്ള ഉപ്പേരി. പിന്നെ എപ്പോഴും മുളപ്പിച്ചിട്ടുള്ള മുതിരയാണെങ്കിലും ചെറുപയറാണെങ്കിലും വേവിച്ചെടുക്കുമ്പോൾ നല്ല പോലെ വെന്ത് കുഴയാൻ പാടില്ല. ഇതേപോലെ കണ്ടോ ഇങ്ങനെ നിൽക്കണം, എന്നാൽ വെന്തിട്ടും ഉണ്ടാവണം. അങ്ങനെ വേവ് നോക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കാണ്ട് ചിലപ്പോൾ കാണിച്ചെന്നില്ലേ, വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചാൽ മതി. ഞങ്ങളിപ്പോൾ ചെറുപയർ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മുളപ്പിക്കാതെയാണ് ഉപ്പേരി ഉണ്ടാക്കണതെങ്കിൽ ഒന്ന് ഇതുപോലെ മുളപ്പിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടുള്ളത് മുളപ്പിക്കാത്ത ചെറുപയറിനേക്കാളും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് മുളപ്പിച്ചിട്ടുള്ള ചെറുപയർ ഉപ്പേരിയാണെന്നാണ്. അതുപോലെ തന്നെ ഈ ചെറുപയർ മുളപ്പിച്ചത് നമ്മുടെ ശരീരത്തിനാണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനായിട്ടുള്ളൊരു ഫുഡാണ്. പുണ്യോൾക്കാണെങ്കിലും ഭയങ്കര പ്രോട്ടീനുള്ള ഫുഡാണ്. അപ്പോൾ അവർ ഇനിയിപ്പോൾ ചെറുപയർ ഉപ്പേരിയൊന്നും കഴിച്ചില്ലെങ്കിൽ തന്നെ ഇതേപോലെ ചെറുപയർ വടയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കഴിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്ക് സ്നാക്സൊക്കെ ഇഷ്ടം, ഉണ്ണോൾക്ക് പൊതുവേ സ്നാക്സൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതേപോലെ ചെറുപയർ വടയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.